ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്ലീഹക്കാലത്തിലാണ്. ശ്ലീഹക്കാലത്തിൻ്റെ ചൈതന്യവും ഈ കാലഘട്ടത്തിലെ പരിചിന്തനങ്ങളുമൊക്കെ നമ്മൾ ഇതിനു മുൻപ് പറഞ്ഞതാണ്. നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ സാക്ഷികളായി അവിടുത്തെ സുവിശേഷം ലോകമെമ്പാടും പോയിട്ട് എല്ലാവരോടും പറയാൻ മാത്രമല്ല, ഈശോ കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് അവരെ പഠിപ്പിക്കുക. മത്തായിയുടെ സുവിശേഷം 28:20 അതാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ കർത്താവ് പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ്? കാരണം കർത്താവിൻ്റെ രക്ഷാകര ദൗത്യം ഈ ലോകത്തിൽ നമ്മളിലൂടെയാണ് തുടരേണ്ടത്. അതുകൊണ്ടാണ് കർത്താവ് ചെയ്ത അതേ കാര്യങ്ങൾ നമ്മൾ ഈ ലോകത്തിൽ ചെയ്യുന്നു. ചുരുക്കത്തിൽ കർത്താവ് നമ്മളിലൂടെ പ്രവർത്തിക്കുന്നു. ഇന്നത്തെ ഒന്നാമത്തെ വായന പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ പറയുന്ന ഇതാണ്: ഇതാ, ഒരു ദൂതനെ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു. അവൻ നിൻ്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും. അവൻ പറയുന്നതെല്ലാം ആദരപൂർവ്വം നീ അനുസരിക്കണം. അവനെ പ്രകോപിപ്പിക്കരുത്. എൻ്റെ നാമം അവനുള്ളത് നിമിത്തം നിൻ്റെ അതിക്രമങ്ങൾ അവൻ ക്ഷമിക്കുകയില്ല. അവൻ്റെ വാക്ക് കേൾക്കുകയും ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കുകയും ചെയ്യുമെങ്കിൽ നിൻ്റെ ശത്രുക്കൾക്ക് ഞാൻ ശത്രുവായിരിക്കും, നിൻ്റെ എതിരാളികൾക്ക് ഞാൻ എതിരാളിയുമായിരിക്കും. എൻ്റെ ദൂതൻ നിനക്ക് മുമ്പേ പോയി നിന്നെ ആമോര്യർ, ഹിത്യർ, പെരീസ്യർ, കാനാന്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിവരുടെ ഇടയിലേക്ക് നയിക്കും. അപ്പോൾ ഞാൻ അവരെ നിശേഷം നശിപ്പിക്കും. നീ അവരുടെ ദേവന്മാരെ കുമ്പിടുകയോ ആരാധിക്കുകയോ ചെയ്യരുത്. അവരുടെ ആചാരങ്ങൾ അനുകരിക്കുകയും അരുത്. അവരുടെ ദേവന്മാരെ നശിപ്പിക്കുകയും ആരാധന സ്തംഭങ്ങൾ തകർക്കുകയും ചെയ്യണം. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും. ഗർഭഛിദ്രമോ വന്ധ്യതയോ നാട്ടിലുണ്ടാവുകയില്ല. നിനക്ക് ഞാൻ ദീർഘായുസ് തരും. ഇവർ ഇസ്രായേൽക്കാർ ഈജിപ്തിൽ നിന്ന് പോകുന്നതിൻ്റെ 3-ാം മാസം 1-ാം ദിവസം എന്ന് പറഞ്ഞാൽ 2 മാസം അവർ നടന്നു. എവിടെ നിന്ന്? അവർ താമസിച്ചിരുന്ന ഈജിപ്തിലെ ഗോഷേൻ എന്ന് പറയുന്ന ആ സ്ഥലത്ത് നിന്ന് അവർ ചെങ്കടലൊക്കെ കടന്ന് സീനായിയുടെ അടിവാരത്തിൽ തമ്പടിക്കുകയാണ്. ഈ സീനായ് എന്ന് പറയുന്നതാണ്, സീനായ് മല എന്ന് പറയുന്നത് ഹോറൈബാണ്. ഹോറൈബ് എന്ന് പറഞ്ഞത് എവിടെയാണ്? അത് മീദിയാനിലാണ്. മീദിയാൻ എന്ന് പറഞ്ഞ് ഇന്ന് എവിടെയാണത്? അത് ഈജിപ്തിൻ്റെയും ഇന്നത്തെ സൗദി അറേബ്യയുടെ ഇടയിലുള്ള ഖബ കടലിൻ്റെ പടിഞ്ഞാറ് കരയിലാണത്. അത് സംബന്ധിച്ച് ആധുനിക ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിലൊക്കെ തർക്കമുണ്ട്. ഈ പുരാവസ്തു ഗവേഷകരൊക്കെ പറയുന്നതനുസരിച്ച് ആ സ്ഥലം ഇന്ന് കാണപ്പെടുന്നത് ഇന്നത്തെ സൗദി അറേബ്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആയിട്ടാണ്. അവിടെ ഇന്നും ഒരു മലയുണ്ട്, ജബൽ അൽ മൂസ എന്ന് പറയും, മോശയുടെ മല. ആ മലയുടെ മുകളിൽ സന്ദർശകരെ പ്രവേശിപ്പിക്കാറുണ്ട്. അവിടെ മഞ്ഞ് വീണ് കിടക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് മോശ ആടിനെ തീറ്റാൻ പോയതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടം വരെ എത്താനായിട്ട് 2 മാസം മതി. 3-ാം മാസം 1-ാം ദിവസമാണ് അവരവിടെ എത്തുന്നത്. അങ്ങനെ അവിടെ വെച്ച് അവർക്ക് 10 പ്രമാണങ്ങൾ കൊടുക്കുന്നു, ദൈവം ഉടമ്പടി കൊടുക്കുന്നു. മോശയും അഹ്റോനും മലമുകളിൽ പോയി സംസാരിക്കുന്നു. അതെല്ലാം വന്ന് ജനത്തോട് സംസാരിക്കുന്നു. പിന്നെ ഇങ്ങനെ അഹ്റോൻ കാളക്കുട്ടി ഉണ്ടാക്കിയ കേസുണ്ട്. അതിനുശേഷം മോശ 2-ാമതും പോയി ഉടമ്പടി പലകയെല്ലാം വാങ്ങിച്ചുകൊണ്ട് വരുന്നു. അതൊക്കെ നിങ്ങൾക്കറിയാം. അത് 22, 21, 20, 19 അധ്യായങ്ങളൊക്കെ നിങ്ങൾക്കത് വായിക്കാം. അങ്ങനെ അവിടെ വെച്ച് പറയുന്നൊരു കാര്യമാണ് ദൈവം: ഇതാ, ഒരു ദൂതനെ നിനക്ക് മുൻപേ ഞാൻ അയക്കും. അവൻ നിൻ്റെ വഴിയിൽ നിന്നെ കാത്തോളും. നീ പേടിക്കേണ്ട കാര്യമില്ല. മോശ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് നീ വരുന്നില്ല, ഞങ്ങൾ പോവുകയില്ല, ഞങ്ങളുടെ കൂടെ വരണം. ദൈവം പറഞ്ഞ് ഞാൻ പോരുന്നില്ല. കാരണം എന്താണ്? ഈ ജനത അതുപോലെ കഴുത്ത് തടിച്ചൊരു ജനമാണ്. ഞാൻ അവരെ ദേഷ്യം പിടിച്ച് അവരെ കൊന്നുകളയും. നമ്മൾ ചോദിക്കും, ദൈവത്തിന് ദേഷ്യമുണ്ടാകാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. അതൊക്കെ ഇങ്ങനെ നമ്മൾ ഈ കഥാരൂപേണ അല്ലെങ്കിൽ അന്നത്തെ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതുന്നതാണ്. അപ്പോൾ മോശ പറയും, നീ അങ്ങനെ അവരെ കൊല്ലരുത്. അതിനുവേണ്ടി അല്ലല്ലോ നീ അവരെ കൊണ്ടുവന്നത്. അതുകൊണ്ട് ഞാനിവരെ നയിക്കണമെങ്കിൽ എനിക്ക് ശക്തി വേണമല്ലോ. അതുകൊണ്ട് നീ എൻ്റെ കൂടെ വരണം. അപ്പോഴാണ് ദൈവം പറയുക, ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കും. പിന്നീട് നമുക്കറിയാം ആ ദൂതൻ എങ്ങനെയാണ് വരുന്നത്. ഒരു മനുഷ്യരൂപിയായിട്ടൊന്നുമല്ല. ദൂതൻ വരുന്ന പലരിലൂടെയാണ്. അവിടെ സ്ഥിരമായിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യമായിട്ട് എപ്പോഴും ഒരു മേഘപടലമായിട്ട് പകല്, രാത്രിയിൽ മേഘത്തൂൺ അല്ലെങ്കിൽ ദീപസ്തംഭമായിട്ട് മുമ്പിലുണ്ടായിരുന്നു. അതൊക്കെയാണ്. അതുപോലെ പിന്നീട് ജത്രോ, അതായത്
മോശയുടെ അമ്മായിപ്പൻ വരും, പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അങ്ങനെ ഒരു ദൈവദൂതൻ നിൻ്റെ മുമ്പേ പോകും, ആ ദൈവദൂതനെ ഞാനാണ് പ്രേരിപ്പിക്കുന്നത് നീ എന്തെല്ലാം ചെയ്യണമെന്നുള്ളത്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? നിന്നെ ഈ പറയുന്ന ആളുകൾ താമസിക്കുന്ന ഈ സ്ഥലത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകും. പക്ഷേ നിങ്ങൾ എൻ്റെ വഴിയിലൂടെ നടക്കണം. അപ്പോൾ നിങ്ങളുടെ എതിരാളികൾ, നിങ്ങളുടെ ശത്രുക്കൾ എൻ്റെ എതിരാളികളും എൻ്റെ ശത്രുക്കളുമാകും, ഞാൻ അവരെ നശിപ്പിക്കുകയും ചെയ്യും. പക്ഷേ നിങ്ങൾ എൻ്റെ വഴിയിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളായിരിക്കും നശിക്കാൻ പോകുന്നത്, അവരല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓർക്കുക, ദൈവം ഇങ്ങനെ ഇവരെ കൊണ്ടുപോകുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളമായിട്ട് ഇങ്ങനെ പല കാര്യങ്ങൾ, വ്യക്തികളുണ്ട്, അതുപോലെ തന്നെ ഇതുപോലെയുള്ള പ്രതിഭാസങ്ങളുണ്ട്, പ്രകൃതി പ്രതിഭാസങ്ങളെല്ലാം ഉണ്ട്. നമ്മളെ എങ്ങനെയാണ് ദൈവം നമ്മുടെ ജീവിതത്തിലൂടെ നയിക്കുന്നത്? നമ്മൾ വിചാരിക്കും എപ്പോഴും ഇങ്ങനെ വലിയ അത്ഭുതങ്ങളിലൂടെയാണ്. അങ്ങനെയല്ല. ദൈവം ഈ ഭൂമിയിലെ പ്രതിഭാസങ്ങളിലൂടെയാണ് നമ്മളെ നയിക്കുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് ഈ ഭൂമിയിലുള്ള പ്രതിഭാസങ്ങളിലൂടെയാണ്. അതിൽ നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുക എന്നുള്ളതാണ്. ഈ ഭൂമി മുഴുവൻ, സൂര്യനും ചന്ദ്രനും എല്ലാം ദൈവത്തിൻ്റെ മഹത്വമല്ലേ പ്രഘോഷിക്കുന്നത്. അവിടെ നമ്മൾ ശാസ്ത്രമൊക്കെ പറയുന്നത് എന്താണ്? ഇങ്ങനെ ഒന്നിൽ നിന്നല്ല, പെട്ടെന്ന് ഇങ്ങോട്ട് ഉണ്ടായതാണ്. ബിഗ് ബാങ് തിയറി എന്നൊക്കെ പറയും. നമുക്കറിയാം ഇതിൻ്റെ എല്ലാം പിന്നിൽ ദൈവത്തിൻ്റെ കരങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. മനുഷ്യനിങ്ങനെ എന്താണ് കുരങ്ങിൽ നിന്നുണ്ടായല്ലേ എവല്യൂഷൻ പ്രാപിച്ചോന്ന്, അത് ശരിയായിരിക്കാം. പക്ഷേ അതിൻ്റെ എല്ലാം പിന്നിൽ അങ്ങനെ ഒരു മൂവ്മെൻറ്റ്, ഒരു ജീവിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് കടക്കാനുള്ള ആ ഒരു എടുത്തുചാട്ടം, അതിൻ്റെ എല്ലാം പിന്നിൽ ദൈവത്തിൻ്റെ ശക്തിയാണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ ശക്തി നമ്മളിലൂടെ എല്ലാം പ്രകൃതിയിൽ മറ്റ് വസ്തുക്കളിലൂടെയും പ്രതിഭാസങ്ങളിലൂടെയും പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ അനുസരിക്കണം. ഈ പ്രകൃതിയിലുള്ള നിയമങ്ങൾ ദൈവത്തിൻ്റെ നിയമങ്ങളാണ്. ആ പ്രകൃതി നിയമങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജന്മനാ തന്നെ നമുക്കുണ്ട്. പ്രകൃതിയിലെ മറ്റ് ജീവികൾ, വസ്തുക്കളെല്ലാം ആ നിയമം അനുസരിച്ചാണ് അവർ ഉണ്ടാകുന്നതും വളരുന്നതും നശിക്കുന്നതുമെല്ലാം. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നതെല്ലാം വെറും സാന്ദർഭികമായി വന്നു എന്ന്. അങ്ങനെ അവർ പോവുകയാണ്. മുമ്പോട്ട് പോകുമ്പോൾ ദൈവം പറയുന്നത് എന്താണ്? നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അന്യദേവന്മാരെ കുമ്പിടരുത്. കാരണം നിങ്ങൾക്കങ്ങനെയൊക്കെ തോന്നും. പക്ഷേ അങ്ങനെ കുമ്പിട്ടാൽ എന്ത് പറ്റും? ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കും. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അതൊക്കെ സംഭവിക്കുന്നത്. നമുക്ക് സ്വർണവും പണവും സ്ഥാനമാനങ്ങളും ഒക്കെ അന്യദേവന്മാരായി മാറും. അവരെയൊക്കെ കുമ്പിട്ട് കഴിയുമ്പോൾ, ദൈവത്തെ ഉപേക്ഷിച്ച് കഴിയുമ്പോഴൊക്കെ സംഭവിക്കുന്നതൊക്കെ തന്നെയാണ്. അത് ഏത് മേഖലയിലായാലും, നമ്മുടെ ആത്മീയ മേഖലയിലായാലും ഭൗതിക മേഖലയിലായാലും ഇതെല്ലാം നമുക്ക് ഇന്നും കാണാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ വായന റോമാലേഖനം 15-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, സഹോദരരെ, നിങ്ങൾ നന്മയാൽ പൂരിതരും എല്ലാ അറിവും തികഞ്ഞവരും പരസ്പരം ഉപദേശിക്കാൻ കഴിവുള്ളവരുമാണെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. ദൈവം എനിക്ക് നൽകിയ കൃപയാൽ ധൈര്യത്തോടെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഞാൻ എഴുതിയത്. ദൈവത്തിൻ്റെ കൃപ എന്നെ വിജാതിയർക്ക് വേണ്ടി ഈശോ മിശിഹായുടെ ശുശ്രൂഷനാക്കിയിരിക്കുകയാണല്ലോ. വിജാതീയരാകുന്ന ബലിവസ്തു സ്വീകാര്യവും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകൃതവുമാകാൻ വേണ്ടി ഞാൻ ദൈവത്തിൻ്റെ സുവിശേഷത്തിന് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നു. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടിയുള്ള ജോലിയെക്കുറിച്ച് എനിക്ക് ഈശോ മിശിഹായിൽ അഭിമാനിക്കാൻ കഴിയും. വിജാതിയരുടെ അനുസരണം നേടിയെടുക്കുന്നതിന് വേണ്ടി വാക്കാലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ബലത്താലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും ഞാൻ വഴി മിശിഹാ പ്രവർത്തിച്ച് ഒഴികെ ഒന്നിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ തുനിയുകയില്ല. പൗലോസ് പറഞ്ഞതാണ്, നിങ്ങൾ ഒരുപാട് അറിവുള്ളവരൊക്കെയാണ്, എനിക്കറിയാം. നിങ്ങൾ നന്മയിൽ പൂരിതരാണ്, ഒരുപാട് നന്മയുള്ളവരാണ്, എല്ലാ അറിവും തികഞ്ഞവരാണ്, പരസ്പരം ഉപദേശിക്കാൻ കഴിവുള്ളവരാണ്, അതിലെനിക്ക് സംശയമില്ല. പക്ഷേ എനിക്ക് ദൈവം നൽകിയ കൃപയാൽ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്, എഴുതുകയാണ്. ആ ഈശോ മിശിഹായുടെ വിജാതിയർക്ക് വേണ്ടി ഈശോ മിശിഹായുടെ ശുശ്രൂഷകനാക്കിയിരിക്കുകയാണ് എന്നെ. അപ്പോൾ ഈ വിജാതിയരുടെ പറയുന്നത്, അതായത് വിജാതീയരായ ക്രിസ്ത്യാനികളോട്. ഇവിടെ നമ്മൾ വായിച്ചത് റോമാലേഖനത്തിൽ നിന്നാണ്. റോമാക്കാരെല്ലാം യഹൂദന്മാരൊന്നുമല്ല, മറ്റ് മതത്തിൽ നിന്നല്ല, ഒരു മതവും ഇല്ലാത്ത അവസ്ഥയിൽ നിന്നൊക്കെ അവർ വന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് മിശിഹാ എന്നെ ഏൽപ്പിച്ചത്. അതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുവാനുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, എനിക്ക് അതേക്കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. പൗലോസ് പറയും, ഞാൻ പ്രസംഗിക്കുകയാണത് ക്രൂശിതനായ ക്രിസ്തുവിനെക്കുറിച്ച് മാത്രമാണ്. എനിക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ പറയാം, പക്ഷേ ഞാനൊന്നും പറയുന്നില്ല. ഞാൻ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് എപ്രകാരം ഈ രക്ഷകൻ വരുന്നതിനെക്കുറിച്ചും വന്നതിനെക്കുറിച്ചും ആ രക്ഷയെക്കുറിച്ചൊക്കെ ഇവിടെ എഴുതിയിരിക്കുന്നുവോ അത് മാത്രമേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ. അതിനകത്ത് മറ്റൊരുപാട് കാര്യങ്ങളുണ്ടാകും, അതൊന്നും എൻ്റെ ദൗത്യത്തിൽ പെടുന്നില്ല. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടതാണ്, ഇവിടെയൊക്കെ ഈ സുവിശേഷ പ്രഘോഷണം
എന്ന് പറയുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ, അത് പഴയതിലും പുതിയതിലുമുള്ളതിൽ ഇപ്രകാരമുള്ള രക്ഷാകര സംഭവമുണ്ട് എന്ന് നമ്മൾ ശരിയായിട്ട് വായിച്ച് അതിലെ സംഭവങ്ങളും അതിലെ പ്രതിഭാസങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കി അത് നമ്മുടെ ആളുകളോട് പറയുക എന്നുള്ളതാണ്. നമുക്ക് ഈ നടപടി പുസ്തകത്തിൽ വായിച്ചാൽ മനസ്സിലാകും. പത്രോസിൻ്റെയും അതുപോലെ എസ്തഫാനോസിൻ്റെയും പൗലോസിൻ്റെയൊക്കെ പ്രസംഗങ്ങൾ എടുക്കുക. അവർ ഈ ബൈബിൾ മുഴുവൻ വായിച്ചിട്ട് പറയുകയാണ്, ദേ ഇതിലൂടെയെല്ലാം ഞങ്ങൾ പറയുന്നത് എന്താണ്? ഈ എഴുതപ്പെട്ടിരിക്കുന്ന മുഴുവൻ ഇവനെക്കുറിച്ചാണ്, വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ചാണ്. അതിന് വേറെ വ്യാഖ്യാനങ്ങളൊന്നുമില്ല. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന എന്താണ്? ചെറിയൊരു ഭാഗം വായിക്കും, എന്നിട്ട് എന്താണ് നമുക്ക് ഭാവനയിൽ തോന്നുന്ന ചില കാര്യങ്ങളൊക്കെ പറയുക ചെയ്യുക. പക്ഷേ ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ എല്ലാ പുസ്തകത്തിലൂടെ നമ്മൾ വായിച്ചു പോകുമ്പോൾ അതിനുള്ളിലൊരു ത്രെഡ്, ഒരു നൂല് കാണാം. ആ നൂല് എങ്ങോട്ടാണ് നമ്മളെ നയിക്കുന്നത്? അത് നയിക്കുന്നത് ഈശോയിലേക്കാണ്, രക്ഷകനിലേക്കാണ്. ആ ഒരു ചിന്തയോടുകൂടി വേണം വിശുദ്ധ ഗ്രന്ഥത്തെ വ്യാഖ്യാനിക്കാനായിട്ടും വായിക്കാനായിട്ടും. ഇതിൽ ഈ രക്ഷകനെക്കുറിച്ച് ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. രക്ഷ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ രക്ഷകനിലേക്ക് നയിക്കാനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നവരെക്കുറിച്ച് പറയുന്നുണ്ട്. പുരോഹിതരെക്കുറിച്ചും ലേവ്യരെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ വായിച്ചിട്ട് വേണം യഥാർത്ഥത്തിൽ ഈ സുവിശേഷം പ്രഘോഷിക്കാനായിട്ട്. അങ്ങനെ ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളിലൂടെയും നമ്മൾ കണ്ടെത്തേണ്ടത് ആ ലോകത്തിലേക്ക് അയക്കപ്പെട്ട ഈശോ എന്ന് പറയുന്ന രക്ഷകനെക്കുറിച്ചും ആ രക്ഷണ ദൗത്യം എങ്ങനെയാണ് പൂർത്തിയാകേണ്ടതിനെക്കുറിച്ചൊക്കെയാണ്. നമ്മളുടെ ദൗത്യം മറ്റൊന്നല്ല. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഓരോരുത്തരും ഈശോയുടെ ഭൗതിക ശരീരത്തിൻ്റെ അവയവങ്ങൾ എന്ന നിലയിൽ ഇതേ രക്ഷാകര ദൗത്യമാണ് തുടരേണ്ടത്. അതിന് നമ്മൾ ഈശോയുടെ ഇതേ പാത പിന്തുടർന്നേ മതിയാകും. അപ്പോൾ ഈ വിശുദ്ധ ഗ്രന്ഥം നമുക്കെപ്പോഴും അത് നമുക്ക് നമ്മുടെ അധരത്തിലും ഹൃദയത്തിലും നമ്മുടെ നെറ്റിത്തടത്തിലും കൈത്തണ്ടയിലും എല്ലാം ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഹൃദയസ്ഥമായിരിക്കും നമുക്ക്. അല്ലെങ്കിൽ നമുക്ക് വഴിതെറ്റിപ്പോകും. നമ്മളൊരു പക്ഷേ മറ്റ് കവിതകളുടെയും കഥകളുടെയും അല്ലെ അങ്ങനെയുള്ളവരുടെയൊക്കെ ഉള്ളതിൻ്റെ പശ്ചാത്തലത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തെ വ്യാഖ്യാനിച്ചാൽ അതൊന്നും ശരിയാവില്ല. അതുകൊണ്ട് ആണ് പത്രോസ് പറയുന്നത്, ഈ വിശുദ്ധ ലിഖിതങ്ങളെന്ന് പറയുന്ന ആരുടെയും സ്വകാര്യമായിട്ടുള്ള വ്യാഖ്യാനത്തിന് നൽകപ്പെട്ടിട്ടുള്ളതല്ല, അതിന് വിധേയമല്ലത്. കാരണം ദൈവം ഉദ്ദേശിച്ചൊരു സന്ദേശം അതിലുണ്ട്. ശരിയാണ്, പല കാലഘട്ടങ്ങളിൽ പലരെഴുതിയതാണ്. ആ എഴുതിയവരുടെ സംസ്കാരവും ഭാഷയും ഒക്കെ ഇതിനകത്ത് പ്രതിഫലിക്കും. പക്ഷേ അതിലൂടെ എല്ലാം നമ്മൾ കാണാൻ ശ്രമിക്കേണ്ടത് എന്താണ്? എങ്ങനെയാണ് ദൈവം ഈ രക്ഷ നമ്മളിലേക്ക് എത്തിക്കുന്നത്, അതിനെങ്ങനെയാണ് ഒരു ജനത്തെ ഒരുക്കിയത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സുവിശേഷം, ലൂക്കാസ് സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. ഈശോ 12 പേരെയും വിളിച്ച് സകല പിശാചുക്കളുടെയും മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി അവൻ അവരെ അയച്ചു. അവൻ പറഞ്ഞു, യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും എടുക്കരുത്. 2 ഉടുപ്പും ഉണ്ടായിരിക്കരുത്. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിക്കുന്നു അവിടെ താമസിക്കുക, അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യുക. നിങ്ങളെ സ്വീകരിക്കാതിരിക്കുന്നവരുടെ പട്ടണത്തിൽ നിന്ന് പോകുമ്പോൾ അവർക്കെതിരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവിൻ. അവർ പുറപ്പെട്ട് ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കുകയും എല്ലായിടത്തും രോഗശാന്തി നൽകുകയും ചെയ്തു. കർത്താവ് ശിഷ്യന്മാരെ പറഞ്ഞു വിടുകയാണ്, നിങ്ങൾ പോകുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകരുതെന്ന് പറഞ്ഞ അർത്ഥം അത് വേണ്ടെന്നല്ല. പ്രത്യേക നിങ്ങളുടെ പ്രധാന ശ്രദ്ധ അതിലായിരിക്കരുത്. നമ്മളിപ്പോൾ ഒരു സുവിശേഷ പ്രഘോഷത്തിന് പോവുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ ശ്രദ്ധ നമുക്ക് കിട്ടേണ്ട ഭക്ഷണത്തെക്കുറിച്ചും കിട്ടേണ്ട താമസ സൗകര്യത്തെക്കുറിച്ചൊക്കെ ആണെങ്കിലോ അത് ശരിയല്ലെന്നായി പറഞ്ഞു വരുന്നു. അതുപോലെ നിങ്ങളെവിടെയെങ്കിലും ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് യഹൂദരുടെ സംസ്കാരത്തിൽ വിദേശികളെ അല്ലെങ്കിൽ പരദേശികളെ അതിഥികളൊക്കെ സ്വീകരിക്കുന്ന വലിയൊരു സംസ്കാരമുണ്ട് അവർക്ക്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങളെ അവർ സ്വീകരിക്കും. പക്ഷേ ഏത് വീട്ടിൽ സ്വീകരിച്ചാൽ നിങ്ങൾ അവിടെ താമസിക്കുക, കിട്ടുന്നതൊക്കെ കഴിക്കുക. അതിനപ്പുറത്തേക്ക് നിങ്ങളൊന്നും ഡിമാൻഡ് ചെയ്യലെന്നർത്ഥം. മാത്രമല്ല, നിങ്ങൾ ഈ വീടുകൾ തോറും ചുറ്റിക്കറങ്ങി നടക്കുക. അതായത് ഏത് വീട്ടിലാണ് നല്ല ഭക്ഷണം കിട്ടുക, ഏത് വീടാണ് നല്ലത്, എ സിയുള്ള വീട് ഏതാണ്, ഇതന്വേഷിച്ച് നടക്കരുതെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. നിങ്ങൾക്ക് കിട്ടുന്നിടത്ത് കിടക്കുക. നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ ജീവിതത്തിലൂടെ എൻ്റെ ശിഷ്യരാണ് നിങ്ങളെന്ന് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഈശോ എങ്ങനെയായിരുന്നു? ഈശോയ്ക്ക് പ്രത്യേകിച്ച് കിടപ്പാടൊന്നുമില്ല. ഒരു ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്ന ഒരു റബ്ബി, ഇതുപോലെയാണ് എൻ്റെ ശിഷ്യരും. അതുകൊണ്ട് നിങ്ങൾ സുഖസൗകര്യത്തിന് വേണ്ടി എൻ്റെ ശിഷ്യന്മാരാകരുത് എന്നാണ് പറഞ്ഞു വരുന്നത്. പലപ്പോഴും നമുക്കറിയാം അങ്ങനെയൊന്നും അല്ല ഇന്ന് സംഭവിക്കുന്നത്. ഈ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയും ഒക്കെ വാശി പിടിക്കുന്നവർ ധാരാളമുണ്ട്. ഭക്ഷണം മോശമായി പോയാൽ വഴക്കുണ്ടാക്കുന്നവർ ധാരാളമുണ്ട് ആ സുവിശേഷ പ്രഘോഷകരിലൊക്കെ. അപ്പോൾ അത് ശരിയല്ല എന്നാണ് ഈ കർത്താവ് പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നമ്മുടെ സൗകര്യമല്ല, ഈശോയുടെ സുവിശേഷം പ്രസംഗിക്കപ്പെടണം. പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, എന്നെ കുപിതനാക്കാനാണെങ്കിലും എന്നോട് വാശിയോട് കൂടിയാണെങ്കിലും കർത്താവാണല്ലോ പ്രസംഗിക്കപ്പെടുന്നത്. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല.
കർത്താവ് പ്രസംഗിക്കപ്പെട്ടാൽ മതി. അതുകൊണ്ട് എന്നെ അവർ അവഹേളിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. പ്രത്യുത ഈശോ പ്രസംഗിക്കപ്പെടുന്നു, ഈശോയുടെ സന്ദേശം ലോകമെങ്ങും പ്രഘോഷിക്കപ്പെടുന്നു, എല്ലാവരും അത് സ്വീകരിക്കുന്നതിനെ ജീവിക്കുന്നു. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവം നമ്മോട് കൂടെ ഉണ്ടാവുക. അങ്ങനെ ഈ ലോകം മുഴുവനും ദൈവം കൂടെയുള്ള വ്യക്തികളുടെ കൂട്ടായ്മയും മാറുമ്പോഴാണ് ഈ ലോകം രക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ തനിയെ വഴക്കും യുദ്ധങ്ങളും ഒക്കെ ഇല്ലാതാകും, പരസ്പരമുള്ള കീഴ്പ്പെടുത്തലുകളും ഒക്കെ ഇല്ലാതാകും. പക്ഷേ അത് നമ്മൾ ഓരോരുത്തരും കർത്താവ് നമ്മളെ പഠിപ്പിച്ച ഈ സുവിശേഷത്തിൻ്റെ വഴിയിലൂടെ നടക്കാനുള്ള മാനസികാവസ്ഥയിൽ എത്തുമ്പോൾ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. ഈ സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് അയക്കപ്പെടുന്ന ശ്ലീഹന്മാരായ നമ്മൾ ഓരോരുത്തരും ഈ മനോഭാവം ഉൾക്കൊള്ളാൻ കഴിവുള്ളവരാവട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.